നമ്മുടെ സൈക്കിൾ വാട്ടർ പമ്പ് അൽഹംദുലില്ലാഹ് സക്സസ് ആയിട്ടുണ്ട്. കണ്ടില്ല, ഇപ്പോൾ നല്ല രീതിയിൽ ഹൈറ്റ് ഉണ്ട്. ഞാൻ 6 അടി ഹൈറ്റ് ഉണ്ട്. കണ്ടില്ല, ഇത് പൊക്കിനോടത്തോളം കണ്ടില്ല, വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ. നല്ല രീതിയിൽ നല്ല ഹൈറ്റിൽ നല്ല ഫോഴ്സ് ചാടുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടുമുറ്റത്ത് നിർമ്മിച്ചിട്ടുള്ള മീൻകുളമാണ് ഈ കാണുന്നത്. ഇതിലിപ്പോൾ ഒരു ടാങ്കിൽ നമ്മൾ റെഡ് തിലാപ്പിയനാണ് ആക്കിയിട്ടുള്ളത്. തൊട്ടപ്പുറത്തെ ടാങ്ക് ഇപ്പോൾ കാലിയാണ്, ആക്കിയിട്ടില്ല. കുറച്ച് നാടൻ ചെമ്മീനെ മാത്രമേ ആക്കിയിട്ടുള്ളൂ. ഇനി നമ്മൾ കോഴിക്കാർപ്പിനെ മാറ്റാനുണ്ട്. ഇപ്പോൾ ഈ ടാങ്കിൻ്റെ ഒരറ്റത്ത് നമ്മൾ നെൽച്ചെടികൾ വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ മീനെ വളർത്തുന്ന സമയത്ത് ഫുഡിൻ്റെ വേസ്റ്റ്, അതുപോലെ തന്നെ മീനിൻ്റെ വേസ്റ്റ്, ഇതൊക്കെ അടിഞ്ഞു കൂട്ടിയിട്ട് വെള്ളത്തിൽ അമോണിയ ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത്തരത്തിൽ അമോണിയ നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ഒരു ചെടിയാണ് നമ്മളെ നെൽച്ചെടി എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു സൈഡിൽ മാത്രം നാച്ചുറൽ അന്തരീക്ഷത്തിൽ നമ്മൾ മണ്ണിട്ടിട്ട് നെൽച്ചെടികൾ വെച്ചിട്ടുള്ളത്. നമ്മൾ ഈ പോണ്ടിലെ വെള്ളത്തിലെ അവസ്ഥ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വെള്ളം ഒരു ഗ്രീനിഷ് കളർ ആയിട്ടുണ്ട്. അത് ഒരു പക്ഷേ വെയിലടി നേരിട്ട് കൊണ്ട് കാരണം ആൽഗെ ഫോം ചെയ്തതായിരിക്കും. അതുപോലെ തന്നെ അടിയിൽ അഴുക്ക് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ റെഡ് തിലാപ്പി എടുക്കുന്ന ടാങ്കിൽ മീനാക്കിയിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിന് മീനിൻ്റെ ടാങ്കിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഫിൽട്രേഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഫിൽട്രേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു പമ്പ് സെറ്റ് ചെയ്യണം. ആ പമ്പ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് നമ്മളൊരു സൈക്കിൾ വെച്ചിട്ടുള്ളൊരു പമ്പാണ് നിർമ്മിക്കാൻ പോകുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ എനർജി തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ് ആണ്. എന്നിട്ട് മിനി ഒരു അക്വപോണിക് സിസ്റ്റം, ഒരു ഫിൽട്രേഷനൊക്കെ വഴിയെ ചെയ്യണം എന്നുള്ള പ്ലാനിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയായാലും ഈ പമ്പ് എങ്ങനെയാണ് നിർമ്മിക്കുക എന്നുള്ളതാണ് ഇന്ന് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. നമ്മുടെ സൈക്കിൾ വാട്ടർ പമ്പിൻ്റെ പണികളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതിന് തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന മെറ്റീരിയൽസാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മളിവിടെ ആക്രി കടയിൽ പോയിട്ട് നമ്മളൊരു പഴയ മോട്ടറിൻ്റെ ഉൾവശം മാത്രം, ഈ ഭാഗങ്ങളുണ്ടല്ലോ, അത് മാത്രം നമ്മൾ അവിടെ നിന്ന് അഴിച്ചെടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഏകദേശം 300 രൂപ നമ്മൾ വില കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ നമ്മൾ ഇത് ഇവിടെ നിർത്താനും വേണ്ടിയിട്ട് ഇവിടെ വെൽഡിങ് ഷോപ്പ് പോയിട്ട് ചെറിയൊരു ഫ്രെയിം വർക്ക് കാര്യങ്ങളൊക്കെ ഇതിന് സെറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ ഇത് ഇവിടെ കറക്റ്റായിട്ട് ഇപ്പോൾ സീറ്റിംഗ് ആയിട്ടാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ പ്ലംബിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത് ജോയിൻ ചെയ്യാനാണ്. കാരണം നമ്മൾ ഫുട് വാൾവ് സെറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു പൈപ്പ് കൊടുക്കാനുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിവിടെ ഫുട് വാൾവ് അങ്ങനെയുള്ള കുറച്ച് മെറ്റീരിയൽസൊക്കെ നമ്മളിവിടെ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കിനി ജോയിൻ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് 1 ഇഞ്ച് പൈപ്പാണ്. ഇതിനനുസരിച്ചുള്ള ഒരു മോട്ടറാണ് നമ്മളിവിടെ എടുത്തുള്ളത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഫുട് വാൾവ് കണക്ട് ചെയ്യാനും വേണ്ടിയിട്ട്, ഫുട് വാൾവ് നിന്ന് വരുന്ന പൈപ്പ് ഉണ്ടല്ലോ, അത് കണക്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഇവിടെ ഒരു കണക്ടർ യൂസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ കൊടുക്കുന്നത്. ഇനി ഇവിടെയാണ് നമ്മൾ ആ പൈപ്പ് കണക്ട് ചെയ്യുക. ആ പൈപ്പിൻ്റെ ഫുട് വാൾവ് സെറ്റ് ചെയ്ത പൈപ്പിൻ്റെ ഒരറ്റം നമ്മൾ കണക്ട് ചെയ്യുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഓൾറെഡി ചില സമയത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പഴയ മോട്ടർ വാങ്ങുന്ന സ്ക്രാപ്പ് കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഓൾറെഡി ഇവിടെയൊക്കെ പൈപ്പ് ഉണ്ടാവാറുണ്ട്. നമ്മൾ ഇത് എടുത്ത സമയത്ത് അവിടെ പൈപ്പ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ഒരു പൈപ്പ്, ഇതൊരു ഇരുമ്പിൻ്റെ പൈപ്പ് തന്നെ, ഇരുമ്പിൻ്റെ പൈപ്പ് തന്നെ മേടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഇരുമ്പിൻ്റെ പൈപ്പാണ്. ഇവിടെ ഒരു കണക്ടർ കൊടുത്തിട്ടാണ് ഇരുമ്പിൻ്റെ പൈപ്പ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ടാങ്കിലേക്ക് നമ്മുടെ ഫുട് വാൾവൊക്കെ ഇറക്കി വെച്ചിട്ട് സംഭവം സെറ്റ് ചെയ്യാനുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മളൊരു സ്ഥലത്തായിട്ട് നമ്മുടെ പമ്പ് നമുക്ക് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് ഈ ഒരു എക്സ്പെരിമെൻറ്റ് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പമ്പ് ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോണ്ടിൻ്റെ നേരെ താഴത്ത് ഈ ഒരു സൈഡിലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇതിവിടെ ഒരു മെഷീൻ കല്ല് വെച്ചിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നല്ല രീതിയിൽ തന്നെ കറങ്ങുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ സംഭവത്തിന് ചെറിയൊരു ആട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു കമ്പി, ഇവിടെ നേരത്തെ നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കൂടി ഒരു കമ്പി അടിച്ചിട്ട് നല്ല രീതിയിൽ ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, സൈക്കിൾ ഇങ്ങോട്ട് കണക്ട് ചെയ്യാനുണ്ട്. നമ്മളെ സൈക്കിള് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. താൽക്കാലികമായിട്ട് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ പമ്പ് ഇവിടെ വെച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ സീറ്റിംഗ് കറക്റ്റ് ഉറച്ചിട്ടില്ല. ഈ സീറ്റിങ്ങിൽ ഇത് വർക്ക് ആവുമോ എന്നുള്ളത് നമ്മൾ നോക്കട്ടെ കേട്ടോ. ആദ്യം നമ്മൾ ഈ സംഭവം റൺ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫുട് വാൾവിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുക കേട്ടോ.
ഫുട് വാൾവിൽ വെള്ളം നിറച്ച് കഴിഞ്ഞതിന് ശേഷം പൈപ്പിൽ മൊത്തം വെള്ളമായി കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് പമ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലൂടെ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഓൾറെഡി സക്സസ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. വെള്ളം കിട്ടത്തില്ല, ഇനി ചോദിച്ചോ, ഞങ്ങൾ പൊത്തിക്കോളാം. അങ്ങനെ നമ്മൾ സംഭവം റണ്ണിങ് ആട്ടാ വർക്ക് ചെയ്തു. നല്ല ഫോഴ്സ് ഉണ്ട് കേട്ടോ, നല്ല ഫോഴ്സ് വെച്ച് നല്ല ഫോഴ്സിൽ വർക്ക് ചെയ്യണേ. ഇനി നമുക്കിവിടെ പൈപ്പ് കണക്ട് ചെയ്തിട്ട് എത്ര ഹൈറ്റ് വരെ കിട്ടും എന്നുള്ളത് നോക്കണം കേട്ടോ. കണ്ടില്ലേ, ഇതൊന്ന് ഫിക്സ് ചെയ്യാനുണ്ട്. ഇതിപ്പോൾ താൽക്കാലിക ഫിക്സിങ്ങിലാണ് നിൽക്കുന്നത്. ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫോഴ്സ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. സംഭവം ഓക്കെ, അൽഹംദുലില്ലാഹ്. നമ്മുടെ സൈക്കിൾ വാട്ടർ പമ്പ് അൽഹംദുലില്ലാഹ് സക്സസ് ആയിട്ടുണ്ട്. കണ്ടില്ല, ഇപ്പോൾ നല്ല രീതിയിൽ ഹൈറ്റ് തന്നെ. ഞാൻ 6 അടി ഹൈറ്റ് ഉണ്ട്. കണ്ടില്ല, അത് പൊക്കണോടത്തോളം കണ്ടില്ല, വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ. നല്ല രീതിയിൽ തന്നെ നല്ല ഹൈറ്റിൽ നല്ല ഫോഴ്സ് ചാടുന്നുണ്ട് കേട്ടോ. നല്ല ഫോഴ്സ് തന്നെ ചാടുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ചെറിയ സൈക്കിളാണുള്ളത്, അപ്പോൾ നമ്മുടെ കുട്ടിയുടെ സൈക്കിളാണത്. അപ്പോൾ അവന് ചവിട്ടുന്ന ആ ഒരു രീതിയിൽ ആ ഫോഴ്സ് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മൾക്ക് നല്ല ഹൈറ്റുള്ള സൈക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ ചവിട്ടുകയാണെങ്കിൽ നല്ല ഫോഴ്സ് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഫിൽട്ടർ ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് സൈക്കിൾ വാട്ടർ പമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്യാൻ പോകുന്നത് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. കണ്ടില്ല, നല്ല രീതിയിൽ ഫോഴ്സ് കിട്ടുന്നുണ്ട് കേട്ടോ. കുട്ടികൾ സൈക്കിൾ ചവിട്ടുന്ന സമയമായിട്ടപ്പോൾ അവരുടെ സൈക്കിൾ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സൈക്കിൾ ചവിട്ടാനും വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി പുതിയ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സൈക്കിൾ ചെറിയ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചവിട്ടാൻ പറ്റില്ല, ചെറിയ സൈക്കിളാണ്. അപ്പോൾ നമ്മൾ ഈ സൈക്കിളിന് അഡീഷണൽ ആയിട്ട് ഇവിടെ പിടിപ്പിക്കാൻ ശ്രമിച്ചില്ല. ഇന്ന് ഈ ഒരു എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു വണ്ടി സൈക്കിളുടെ വലിയ സൈക്കിൾ, ആ സൈക്കിളിൽ വെക്കുന്ന ഒരു സ്റ്റാൻഡ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, വീല് കറക്കണ സമയത്ത് കണ്ടില്ല, വീല് കറങ്ങുന്നുണ്ട്. സാധാരണയുള്ള ഈ സൈക്കിളുകളൊക്കെ സൈഡ് സ്റ്റാൻഡ് ആയിരിക്കും വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിലത്ത് തന്നെ ടയർ കുത്തി നിൽക്കുന്ന അവസ്ഥ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് യൂസ് ചെയ്തത്. അപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ കണ്ടില്ല, ടയർ തിരിയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സൈക്കിൾ വാട്ടർ പമ്പ് നമുക്ക് സക്സസ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള കുട്ടിയുടെ സൈക്കിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അഡീഷണൽ ആയിട്ട് നമ്മൾ ആ സൈക്കിളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വണ്ടിക്ക് കൊടുക്കുന്ന ഒരു സ്റ്റാൻഡ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നിർത്തിയിട്ട് നമുക്ക് ചവിട്ടല്ല, അപ്പോൾ സൈക്കിളിൻ്റെ വീല് കറങ്ങാനും വേണ്ടിയിട്ടാണ് ആ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അൽഹംദുലില്ലാഹ് നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിന് ഈ ടാങ്കിത്തെ വെള്ളം ഫിൽട്ടർ ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് ഫിൽട്രേഷനൊക്കെ ചെയ്യാനുണ്ട്. അതുകൂടാതെ കഴിയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു അക്വാപോണിക് സിസ്റ്റം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ചില സുഹൃത്തുക്കൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, ഈ മത്സ്യകൃഷി ചെയ്യുന്ന സമയത്ത് വെള്ളം ഫിൽട്ടർ ചെയ്യണമല്ലോ. ഈ വെള്ളം ഫിൽട്ടർ ചെയ്യുമ്പോൾ എപ്പോഴും വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ പമ്പ് ചെയ്യണ്ടേ, മാനുവലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കൊക്കെ ഈ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കേണ്ടേ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരിക്കും. നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ സൈക്കിൾ ചവിട്ടുന്നത് നമുക്ക് വ്യായാമത്തിന് നല്ല. അപ്പോൾ രാവിലെ അതുപോലെ തന്നെ വൈകിട്ടൊക്കെ നമ്മൾ തന്നെ ഇരുന്നുകൊണ്ട് മാനുവലായിട്ട് ഇതിങ്ങനെ പമ്പ് ചെയ്യാനുള്ള പ്ലാനിങ് ഫിൽട്രേഷനുണ്ട്. കാരണം നമ്മൾ ചെറിയ 2 ടാങ്കുകളാണ്, അത്ര വലിയ ഡെൻസിറ്റിയിൽ നമ്മളിതിൽ മീനിനെ കീപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് വാട്ടർ ചേഞ്ചിങ് വേണ്ടി വരും. അപ്പോൾ അതിന് പകരം നമ്മൾ ദിവസം ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇതിന് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും വരും ദിവസങ്ങൾ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഫിൽട്രേഷൻ, അതുപോലെ തന്നെ അക്വാപോണിക്സ് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചെറിയ പോണ്ട് വെച്ചിട്ട് നമുക്ക് നല്ലൊരു എക്സ്പെരിമെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പമ്പ് നമ്മൾ താൽക്കാലികമായിട്ടുള്ള സെറ്റപ്പിൽ വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ ഫിക്സ് ചെയ്യണം, കറക്റ്റ് ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്യണം. അതുപോലെ തന്നെ ആ സൈക്കിളിന്, ആ ചെറിയ സൈക്കിളിന് പകരം നമ്മൾ വലിയ സൈക്കിളോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രാപ്പ് കടയിൽ പോയിട്ട് സൈക്കിളിൻ്റെ പടലും മറ്റേ ആ ചങ്ങലി മാത്രം വാങ്ങിയിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യാനുള്ള ബാക്കി വെൽഡിങ് വർക്കുകളൊക്കെ ചെയ്തിട്ട് സ്ഥിരമായിട്ട് ഇവിടെ ഫിക്സ് ചെയ്യുന്ന സെറ്റപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് ഇതിൻ്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൻ്റെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.